എനിക്ക് മുമ്പ് വന്ന് സംസാരിച്ച കർത്താവിൻ്റെ ദാസനെയും തൻ്റെ ശുശ്രൂഷയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും പ്രാവർത്തികമാക്കുവാൻ സമർപ്പണത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ശിഷ്യഗണത്തോട് ഉപദേശരൂപേണ പറഞ്ഞ വേദഭാഗത്തിലെ ചില വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്, എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആരായി തീരണം എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അതെന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഒരു സഭയുടെ അല്ലെങ്കിൽ ആലയത്തിന്റെ 4 ഭിത്തിക്കകത്ത് മാത്രം പ്രകാശിക്കുന്ന പ്രകാശങ്ങളായി തീരുവാനല്ല ദൈവം തന്റെ ജനത്തെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ അന്ധകാരത്തിൽ കഴിയുന്ന ജനത്തിന്റെ മധ്യേ പ്രകാശഗോപുരങ്ങളായി ശോഭിപ്പാനാണ് ദൈവം തന്റെ ജനത്തെ വിളിച്ചിരിക്കുന്നത്. അതാണ് ദൈവം തന്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം. അത് വണ്ടി ഓടിക്കുമ്പോൾ വെളിപ്പെട്ട് വരണം, പണിസ്ഥലത്ത് വെളിപ്പെട്ട് വരണം, മാർക്കറ്റിൽ വെളിപ്പെട്ട് വരണം, ബസ് യാത്രയിൽ വെളിപ്പെട്ട് വരണം, സ്കൂളിൽ കുട്ടികളെ അത് വെളിപ്പെട്ട് വരണം. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇത് വെളിപ്പെട്ടു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ശിഷ്യഗണങ്ങളോട് പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അത് എന്നോട് ആവശ്യപ്പെടുന്നു, അതെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പദവിയാണ്. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നറിയിച്ച കർത്താവ് തന്നെ ശിഷ്യഗണത്തെ നോക്കി പറയുന്നു, നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. തന്നെക്കാളിൽ കുറഞ്ഞ ഒരു അവസ്ഥ തന്റെ ശിഷ്യഗണത്തിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല. തന്റെ അവസ്ഥയിലേക്ക്, തന്റെ അളവിലേക്ക് ഉയർന്നു വരുവാനാണ് യേശു തന്റെ ശിഷ്യന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വന്തം. ഇതിന് തൊട്ടു മുന്നേ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ
ഭൂമിയുടെ ഉപ്പാകുന്നതാണ്. സാധാരണക്കാരിൽ നിന്നും ഒരു ഡിഫറൻസ്, ഒരു വ്യത്യസ്തത പുലർത്തേണ്ടവനാണ് ദൈവത്തിന്റെ പൈതൽ. ദൈവത്തിന് സ്തോത്രം. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഏത് പാവപ്പെട്ടവനും ഏത് വിദ്യാവിഹീനനും മനസ്സിലാകുന്ന കാര്യമാണ് ഉപ്പിന്റെയും ഈ വെളിച്ചത്തിന്റെയും സാദൃശ്യം. എന്താണ് വെളിച്ചം കൊണ്ട് അർത്ഥമാക്കുന്നത്? വെളിച്ചമൊരിടത്ത് കത്തിച്ചു വെച്ചാൽ അത് എല്ലാവർക്കും കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പൈതലേ, ഞാൻ നിങ്ങളും കർത്താവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ, എന്നെ അനുഗമിക്കുന്നവൻ 8:12 ഒന്നുകൂടെ വായിച്ച്. യോഹന്നാൻ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ജീവന്റെ വെളിച്ചമുള്ളവൻ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരായി തീരണം. യേശുവിനെ അനുഗമിക്കുന്നവരായി തീർന്നാൽ ഞാൻ നിങ്ങളും ലോകത്തിന്റെ മുന്നിൽ ഒരു പ്രകാശ ഗോപുരമായി മാറുവാൻ കഴിയും. വിളക്ക് കത്തിച്ചു വെച്ചാൽ അത് എല്ലാവർക്കും കാണുവാൻ കഴിയും. ഞാൻ നിങ്ങളും ഒരു ക്രിസ്ത്യാനിയായി തീർന്നാൽ ലോകത്തിനത് വെളിപ്പെട്ടു വരും. ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തിന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനും നിങ്ങളും ഫിലദൽഫിയ സഭയിലാണോ പോകുന്നത്, ടാബർനാക്കിലാണോ പോകുന്നത്, വടവത്തൂർ ശാലയിലാണോ പോകുന്നതെന്നും ഈ നാട്ടുകാർക്ക് ലോകക്കാർക്ക് പറയേണ്ട കാര്യമില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സന്ദേശം അനുദിന ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ലോകത്തിന് അറിയേണ്ടത്. ലോക മനുഷ്യർക്ക് അത് മാത്രമല്ല, ലൂതിലാണോ എന്ന് പറയാം. ഒരുപാട് വാക്യങ്ങൾ ഇതുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനുണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനി ഈ വിളക്കായി ശോഭിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം, അതൊക്കെ വിശദമായി അടുത്ത ദിവസം ഞാൻ ചിന്തിച്ചോളാം. എന്നാൽ ഒന്നിന്റെ കാര്യം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കും. നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്ത് മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് മറഞ്ഞിരിപ്പാൻ പാടില്ല, അത് മറഞ്ഞിരിപ്പാൻ പാടില്ല. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, എന്നെ നിങ്ങളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ഇരുളായിരുന്നു മുമ്പ്, ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ ജീവിച്ചിരുന്നവരായ ഞാനും നിങ്ങളും ഇപ്പോൾ വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചമായി ശോഭിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ സ്വഭാവം അറിയാണ്. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് ഞാനും നിങ്ങളും. അതൊരു വിശുദ്ധ വംശമാണ് പ്രിയരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ യേശുക്രിസ്തു ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രകാശം എങ്ങനെ വെളിപ്പെടുത്തുമെന്നാണ് യേശുക്രിസ്തു ആവശ്യപ്പെട്ടത്. അതിന്റെ 16-ാമത്തെ വാക്യം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ വെളിച്ചമായി പകരണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്വന്തം അതെങ്ങനെ സ്കൂളിൽ ചെന്ന് പ്രസംഗിക്കണം? സാഹിത്യ സമാജം വന്നതുപോലെ അന്ന് ബൈബിളിലെ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കും. അങ്ങനാണോ ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് ക്രിസ്ത്യാനിയാണ് വെളിപ്പെടുത്തുന്നത്? അല്ല. നിങ്ങളുടെ വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ ഇടപാടുകളിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ബുക്ക് മേടിക്കാൻ നിങ്ങളുടെ കടയിൽ ചെല്ലുമ്പോൾ കടയിൽ നിൽക്കുന്ന ആള് അത് കണക്കിലേക്ക് 100 രൂപ തിരിച്ചു തന്നാൽ നമ്മുടെ ദൈവം നല്ലവൻ എന്ന് പറഞ്ഞ പോക്കറ്റിട്ടോട് പോരുകയല്ല. അത് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിതിന് വ്യത്യസ്തത കാണുവാൻ അവിടുത്തെ ആ വ്യക്തിക്ക് കഴിയും.
അഗ്നിയിടയ്ക്ക് ചേരാത്ത ഒന്നിലും ഇടപെടാതിരിക്കുമ്പോൾ ഇവനൊരു ദൈവ പൈതലിനെ വെളിപ്പെടുത്തുവാൻ ദൈവ പൈതലിനെ കഴിയും. ഡീറ്റെയിലായിട്ട് ഞാൻ സംസാരിക്കണം. എല്ലാ മേഖലകളെ സ്പർശിച്ചു വരുന്ന ദിവസങ്ങൾ സംസാരിക്കുന്നുണ്ടാകും. ഒരു മാറ്റം പ്രിയരെ നമുക്ക് ആവശ്യമാണ്. ഒരു വ്യത്യാസം നമ്മുടെ ആവശ്യമാണ്. അത് യുവജനങ്ങളിൽ മാറ്റം നമ്മുടെ സാധിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ആദ്യം നമ്മളത് കാണിച്ചു കൊടുത്തെങ്കിൽ അവരിലൂടെ പകരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, ഇത് ഒരു വലിയ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതം, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു സമയം, അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് ഈ ദേശത്ത്, ഈ പട്ടണത്തിൽ നിങ്ങൾ അത് ജോലികളോട് അത് പ്രകാശിക്കണമെന്ന് അതിന് ഞാൻ സഭയോട് പറയുകയാണ്, നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതെല്ലാം യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. നാളത്തെ ഭാവി ഇവരാണ്. ഇവരിലൂടെയാണ് കർത്താവ് താമസിച്ചാൽ ഈ ദേശം വിടുവിക്കപ്പെടുന്നത്, ഈ ദേശ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കർത്താവ് താമസിച്ചാൽ യുവജനങ്ങളെ, നിങ്ങളെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട്. അത് ഏതെന്ന് ചോദിച്ചാൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് പറഞ്ഞുകൊണ്ട് പ്രകാശം ശോഭിക്കുവാൻ. നിങ്ങൾക്കറിയാമോ, വിളക്കിവിടെ കത്തിച്ചു വെച്ചിട്ട് അത് തിന്മയായ കാര്യങ്ങൾ പരമാവധമാണ്. എന്നാൽ എനിക്കൊരു വിളക്കായി തീരുവാൻ, എനിക്കൊരു പ്രകാശമായി തീരുവാൻ എങ്ങനെ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവങ്കിലേക്ക് നോക്കുക, അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി, അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി. അടുത്തതാണ് വക്രതയിൽ കോട്ട് ഉള്ള തലമുറകളിൽ അനികരായി എല്ലാ പിറുപിറുപ്പും വാദവും ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ഒരേ ഒരു വഴി, യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, ദൈവവചനം വായിക്കുക, ദൈവവചനത്തിന് നിങ്ങളെ സമർപ്പിക്കുക, ജീവന്റെ വചനം പ്രമാണിക്കുക. നിങ്ങൾ ഒരു ജ്യോതിസായി മാറുന്ന ദൈവത്തിന്